കോഴിക്കോട് ട്രെയിൻ ഇറങ്ങി ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചുള്ള ഈ പോക്ക് മാനാഞ്ചിറയ്ക്കാണ്. പോകുന്നത് നടരാജനിലാണ്. ആരോഗ്യമുള്ള 2 കാലുകൾ ഉള്ളപ്പോൾ തിക്കണ്ട, തിരക്കണ്ട, ചിലവഴിക്കേണ്ട, നടന്നങ്ങ് പോയാൽ പോരെ. ആ കാശ് കീശയിലിരിക്കും. തിരക്കൊന്നും ആയിട്ടില്ല. നല്ല വൃത്തിയുള്ള സ്ട്രീറ്റാണ്. ഇന്റർലോക്ക് ഇട്ട് വൃത്തിയാക്കിയിരിക്കുന്നു. നിറയെ മധുര പലഹാരങ്ങളും നട്ട്സും ഒക്കെ വിൽക്കുന്ന കടകൾ. ഇത് പാളയം റോഡ്. ക്രോസ് കയറിയത് SM സ്ട്രീറ്റിലേക്കാണ്. അപ്പോൾ ഇതാണ് മിഠായിത്തെരുവ്. പക്ഷേ മിഠായിത്തെരുവ് ശരിക്കും ഓപ്പൺ ആയിട്ടില്ലല്ലോ. ഇല്ല, സമയമായിട്ടില്ല, വരുന്നുണ്ടല്ലോ. സ്വീറ്റ് മീറ്റ് സ്ട്രീറ്റ് അല്ലെങ്കിൽ മിഠായി തെരുവ്. ഇപ്പോൾ ഇവിടെ ഒന്നും കാണാനില്ല. മിഠായി തെരുവ് എന്താണെന്ന് വരും വീഡിയോകളിൽ വിശാലമായി കാണാം. തൽക്കാലം നമുക്ക് ഇതുവഴി നടന്നങ്ങ് പോകാം. സുഹൃത്തുക്കളെ, ഇത് മിഠായി തെരുവാണ്. പക്ഷേ ഓപ്പൺ ആയിട്ടില്ല, സമയമൊന്നും ആയിട്ടില്ല. 7 മണി കഴിഞ്ഞേ ഉള്ളൂ. ഓപ്പണായി കഴിഞ്ഞാലുള്ള വ്യത്യാസം നമുക്ക് ഇനിയും വരുന്ന വീഡിയോകളിൽ കാണാം. ഹായ്, ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും രമേഷ് ആൻഡ് സുരേഷ് വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. വലിയ ബ്രാൻഡുകളുടെ ഫ്രാഞ്ചൈസി ഷോറൂമുകളാകണം ഇവിടെയുള്ളതൊക്കെ, അല്ലെങ്കിൽ ഓതറൈസ്ഡ് ഡീലേഴ്സ്. ഇതുള്ളതാണ് വെയിൽ കുറയ്ക്കാൻ വേണ്ടി മണ്ടയ്ക്ക് തുണി ഇങ്ങനെ കിട്ടിയേക്കുന്നത് ഇല്ലേ? അത് മാത്രമല്ല, മാർക്കറ്റ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു യാത്ര. പാർസി അഞ്ചുമൻ ബിൽഡിംഗ്. ഇവിടെ അത്തരം ഒരു ബിൽഡിങ്ങിന് മുകളിൽ 1936 പാഴ്സി അഞ്ചുമൻ എന്നൊരു എഴുത്ത്, താഴെ ധൻജിബായി ബിൽഡിംഗ് എന്നും കാണാം. അടുത്ത് തന്നെ കാണാം പാഴ്സികളുടെ ഒരു ആരാധനാലയം. കോഴിക്കോട് പാഴ്സി സമൂഹത്തിൻ്റെതായി അവശേഷിക്കുന്ന ഒരേ ഒരു സ്മാരകമാണ് കോഴിക്കോട്ടെ ഈ പാഴ്സി അഞ്ചുമൻ ബാഗ്. 18ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഇത് കേരളത്തിലെ ഏക പാഴ്സി ക്ഷേത്രമാണ്. മെച്ചപ്പെട്ട വ്യാപാര സാധ്യതകൾ തേടി കോഴിക്കോടെത്തിയ പാഴ്സി സമൂഹമാണ് ഇത് നിർമ്മിച്ചത്. മുമ്പേ കണ്ട ആ പേര് ധൻജിബായി ബിൽഡിംഗ് ഈ ആരാധനാലയം പണി കഴിപ്പിച്ച ധൻജിബായി മനേസേഖ്ജി മുഗാസേത്തിൻ്റെതാണ്. എന്നാൽ അവിടെ കണ്ട 1936ൻ്റെ പ്രത്യേകത എന്താണെന്ന് വ്യക്തമല്ല. അറിയാവുന്നവർ താഴെ കമൻറ്റ് ചെയ്യണേ. നിലവിൽ മാർഷൽ കുടുംബമാണ് ഈ ക്ഷേത്രം പരിപാലിക്കുന്നത്. ഇവർ കോഴിക്കോട്ടെ ഏക അവശേഷിക്കുന്ന പാഴ്സി കുടുംബമാണ്. തൊട്ടിപ്പുറത്ത് തന്നെ ഹനുമാൻ മഠം എന്നൊരു ബോർഡും ഒരു ചെറിയ ക്ഷേത്രവും 2 പൂജക്കടകളും കാണാം. പൂജയുടെ സാധനം കിട്ടുന്ന ഷോപ്പാട്ടോ. കോഴിക്കോടിനെ കുറിച്ച് പറയുമ്പം അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു സ്പോട്ടാണ് ഈ ഒരു SM സ്ട്രീറ്റ് എന്ന് പറയുന്ന സ്ഥലം. നമ്മുടെ ഈ കോഴിക്കോടല്ലായിരുന്നു വാസ്കോ ഡി ഗാമ ആദ്യമായിട്ട് കാല് കുത്തിയ സ്ഥലം. 1498 ആ ഒരു വർഷമാണത് പറയുന്നത്. നമ്മളീ പോകുന്ന ഒഴിഞ്ഞ തെരുവും അടഞ്ഞ കടകളും ശാന്തമായ ഈ അന്തരീക്ഷവുമൊക്കെ കുറച്ചൊന്ന് കഴിഞ്ഞാൽ മാറിമറിയും. ഇപ്പോൾ ഇതല്ല വിഷയം, അതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് പോകാം. രാവിലെ 10 മണിയാകണം ഈ മാർക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. രാത്രി 10 വരെ കാണും. അതുകൊണ്ടാകണം ആ സമയത്ത് ഇവിടെ വാഹനങ്ങൾക്ക് നിരോധനം. എറണാകുളം ടെക്സ്റ്റൈൽ സെൻറ്റർ. ഈ എറണാകുളത്തിനകത്ത് ഒരു A കൂടുതലല്ലേ? ഈ 6 A ഇല്ലല്ലോ നമ്മൾ എഴുതുമ്പോൾ. പക്ഷേ ഇത് ഇവരുടെ യൂണീക്ക് ഐഡൻറ്റിറ്റിയാണ്. തിയേറ്ററാ സുഹൃത്തുക്കൾ, തിയേറ്ററാണെന്ന് തോന്നുന്നു കേട്ടോ. അതെ, മരണമാസം ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് കോഴിക്കോട്ടെ 1925 ആരംഭിച്ച രാധാ തിയേറ്റർ. ഇത് ആ വഴിക്ക് തന്നെയുള്ള മറ്റൊരു ക്ഷേത്രമാണ്, ദുർഗാ ഭഗവതി ക്ഷേത്രം. ഇവിടെ ഈ കാണുന്ന സ്ഥലമാകണം മിഠായി തെരുവിൻ്റെ ശരിക്കുള്ള പ്രധാന കവാടം. ഈ ചെന്ന് കയറുന്ന സ്ഥലത്തിൻ്റെ പേര് കിഡ്സൺ കോർണർ എന്നും KK സ്ക്വയർ എന്നുമൊക്കെ പല പേരുകൾ കേൾക്കുന്നു. എന്താണെന്ന് പിടിയില്ല. പക്ഷേ അങ്ങേ അറ്റത്ത് SK പൊറ്റക്കാടിൻ്റെ ഒരു പ്രതിമ കാണാം. ജ്ഞാനപീഠ പുരസ്കാരം നേടിയ മലയാള നോവലിസ്റ്റും സഞ്ചാര സാഹിത്യകാരനും കവിയുമായ ശങ്കരൻകുട്ടി കുഞ്ഞിരാമൻ പൊറ്റക്കാട്. 1913 കോഴിക്കോട് ജനിച്ച അദ്ദേഹം 1949 കപ്പൽ മാർഗം ആദ്യത്തെ വിദേശയാത്ര നടത്തി. യൂറോപ്പ്, ആഫ്രിക്ക, അമേരിക്ക, ദക്ഷിണേഷ്യ, പൂർവേഷ്യ എന്നിവിടങ്ങളിലെ മിക്ക രാജ്യങ്ങളും പലതവണ സന്ദർശിക്കുകയും ചെയ്തു. ഇവിടേക്കാണ് ശരിക്കും നമ്മൾ വന്നത്. മാനാഞ്ചിറ മൈതാനം. നമുക്കിതിൻ്റെ അകത്തേക്ക് കയറാം. വാതിലെവിടെ? മൈതാനത്തിന് ചുറ്റും ലാറ്ററൈറ്റ് അല്ലെങ്കിൽ ചെങ്കല്ല് കൊണ്ടുള്ള മതിൽ കെട്ടിയിട്ടുണ്ട്. ഒപ്പം ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ച 250 വിളക്കുകാലുകളുണ്ട്. ഓരോ കാലിലും 2 ലൈറ്റുകൾ വീതമുണ്ട്. മരത്തണലിൽ കൂടിയുള്ള രാവിലത്തെ ഒരു നടത്തം.
രാവിലെ ഓടാനും നടക്കാനും പോയവരുടെ തിരിച്ചുപോക്ക് കാണാം. രാവിലെ വ്യായാമങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന നാട്ടുകാർ. പീരങ്കിയൊക്കെ ഉണ്ട് കേട്ടോ. പീരങ്കിയൊക്കെ വെച്ച ഇതാണ് മാനാഞ്ചിറ മൈതാനത്തിൻ്റെ പ്രധാന കവാടം. മൈതാനത്തിൻ്റെ ഉള്ളിൽ കയറി എല്ലാം നടന്ന് കാണുകയാണ്. പൊതുജനങ്ങൾക്ക് പ്രവേശനം ഉച്ചയ്ക്ക് 2:30 മുതൽ രാത്രി 8:30 വരെ മാത്രമാണ് എഴുതിയേക്കുന്നത്. പക്ഷേ അപ്പോൾ ഇവിടെ കയറിയിരിക്കുന്ന ആൾക്കാരാരാ? പിന്നെ പൊതുജനങ്ങളല്ലേ? ചിലപ്പോൾ കോവിഡ് സമയത്തുള്ള എല്ലാ റെസ്ട്രിക്ഷൻ ആയിരുന്നു. ടൈമിംഗ് എൻട്രി 6 AM മുതൽ 8 അതാ കറക്റ്റ്. രാവിലെ 6 മണി മുതൽ 8:30 വരെയും ഉച്ചയ്ക്ക് 2:30 മുതൽ 8:30 വരെയും രാത്രി 8:30 വരെയും. ഇതാണ് മാനാഞ്ചിറ പാർക്ക്. അതിൻ്റെ മാപ്പ് വേണ്ടത് മാനാഞ്ചിറ പാർക്കാണ് നമ്മൾ കയറിയേക്കുന്നത്. ഇവിടെ മെയിൻ എൻട്രൻസ് മാനാഞ്ചിറ മൈതാനം, ബാസ്കറ്റ് ബോൾ കോർട്ട്, എൻട്രി എക്സിറ്റ് ഗേറ്റ്, ഓപ്പൺ എയർ തിയേറ്റർ, ടോയ്ലറ്റ്, VK കൃഷ്ണ മേനോൻ സ്റ്റാച്യു, എൻട്രി എക്സിറ്റ് ഗേറ്റ്, കിഡ്സ് പാർക്ക്, അൻസാരി പാർക്ക്, വാട്ടർ ഫൗണ്ടെയിൻ, സെക്യൂരിറ്റി, മാനാഞ്ചിറ ഓപ്പൺ ജിമ്മ് വരെ ഉണ്ട്. ഓപ്പൺ ജിം, അതാണ് നമ്മൾ സൈഡിൽ കണ്ടത്. നമുക്കിനി ഓപ്പൺ ജിമ്മിൽ കയറി വിഷ്ണുവിൻ്റെ എക്സർസൈസുകൾ കാണാം. എക്സർസൈസ് ആൻഡ് ജിംനേഷ്യം. കണ്ടോ സുഹൃത്തുക്കളെ, റസിൻ അവൻ്റെ വായയുടെ മസിൽസുകൾക്ക് ഉള്ള വ്യായാമം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാക്കിയോടെ അവൻ ചെയ്യേണ്ടതാണ്. ഇതുകൊള്ളാം. ഇത് ആലല്ലയോടാ? അല്ലേ? ഇതാന്ന് പേരാല്. പേരാലല്ലയോ? മറ്റേ അരയാല, ഇത് പേരാല്. എന്തായാലും പേ ആയാലും അരയായാലും ആലാന്നല്ലേ? അല്ലേ? അങ്ങനെ എന്തോ പേരാലാന്നോ അരയാലാ. എന്തായാലും ഇത് മുളയാ കേട്ടോ. ഭാഗ്യം. മുളയാ, കല്ലമുളയാണോ എന്തോ അങ്ങനെ മുളയ്ക്കാത്ത അത്യാവശ്യമായിട്ട് നമ്മളിപ്പം ഇവിടെ അന്വേഷണം പ്രഖ്യാപിക്കുകയാണ്. ഇതിനെക്കുറിച്ച് അറിയാവുന്നവർ താഴെ കമൻറ്റ് ചെയ്യുക. അതല്ല കൊള്ളാവിടെ. പെട്ടെന്ന് നമുക്ക് അവിടെ ഇരിക്കാനുള്ള സ്ഥലം കിട്ടിയിട്ടുണ്ട്. കോഴിക്കോട് നഗരത്തിൻ്റെ മധ്യത്തിലുള്ള കോഴിക്കോടിൻ്റെ സാംസ്കാരിക പൈതൃകത്തിൻ്റെ സത്ത ഉൾക്കൊള്ളുന്ന പ്രശസ്തമായ മൈതാനം. അതിമനോഹരമായ ഭൂപ്രകൃതിയുള്ള പുൽത്തകടികൾ, പരമ്പരാഗത കേരള ശൈലിയിലുള്ള വാസ്തുവിദ്യ, ആകർഷകമായ സംഗീത ഉറവ എന്നിവ ഇവിടെയുണ്ട്. പുരാതന കെട്ടിടങ്ങളും പ്രവേശന കവാടത്തിലെ ടിപ്പു സുൽത്താൻ്റെ പീരങ്കികളും ഉൾപ്പെടെയുള്ള വാസ്തുവിദ്യാ ഘടകങ്ങൾ അതിൻ്റെ ചരിത്രപരമായ മനോഹാരിത വർദ്ധിപ്പിക്കുന്നു. ഇങ്ങനെയുള്ള സ്ട്രക്ചേഴ്സ് ശരിക്കും പറഞ്ഞാൽ അടിപൊളിയാണ് കാണാൻ. കണ്ട സുഹൃത്തുക്കളെ, നമ്മുടെ വെട്ടുകല്ല് കൊണ്ടുണ്ടാക്കിയേക്കുന്ന ഒരു സ്ട്രക്ചറാണിത്. ഇത് പഴയ ലോക ആകർഷണത്തിൻ്റെയും ആധുനിക നഗര മരിപ്പച്ചയുടെയും മികച്ച മിശ്രിതമായി മാറുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മൾ നമ്മുടെ മാവേലിക്കരയിൽ നിന്ന് കോഴിക്കോട് വരെ വന്ന് രാവിലെ അത്യാവശ്യം ഒരു വ്യായാമമൊക്കെ ചെയ്തു. നമ്മൾ നടന്ന് ഇവിടെ വരെ എത്തി. ആഹാ, നല്ല കാഴ്ച. ഈ നിങ്ങൾക്ക് കാണുന്ന കാഴ്ചകളല്ല, ഞങ്ങൾക്ക് അങ്ങോട്ട് കാണാൻ പറ്റുന്ന കാഴ്ചകളാണ് കുറച്ചുകൂടെ നല്ലത്. ആൾക്കാർ എക്സർസൈസ് ചെയ്ത് കാണാൻ എന്ത് രസം. അതെ അതെ, അതൊരു വലിയൊരു മോട്ടിവേഷണൽ സംഭവമാണ്. ഇവിടെ വന്നൊരു 10 ദിവസം ഒരാൾ ഇരിക്കാമെങ്കിൽ തന്നെ കണ്ടുകൊണ്ട് എക്സസൈസ് ചെയ്യും. ഫസ്റ്റിൽ നമുക്ക് അവിടെ പോയിട്ട് ഒരു സെൽഫി കിട്ടിയാൽ ഇപ്പോഴാകുമ്പോൾ വെയിൽ കുറവാണ്. നടുക്കുള്ള ഈ പ്രതിമ കലപ്രവാഹം KS രാധാകൃഷ്ണൻ്റെ ഒരു തുറന്ന ശില്പമാണ്. മുസൂയി എന്ന വ്യക്തിയുടെ ഗ്രാനൈറ്റ് അടിത്തറയിൽ നിന്ന് പൊങ്ങി നിൽക്കുന്ന ഒരു വെങ്കല ശില്പമാണ്. ശരീരം പിന്നിലേക്ക് വളഞ്ഞിരിക്കുന്ന കാലുകൾ വായുവിലേക്ക് ഉയർത്തി നിൽക്കുന്നു. ജീവിതയാത്രയെയും വൈവിധ്യമാർന്ന നിറങ്ങളെയും പ്രതീകപ്പെടുത്തുന്ന ചിറകുള്ള പ്രാണി പോലെയുള്ള മിനിയേച്ചറുകളുള്ള ഒരു സ്പോട്ട്ലൈറ്റ് രൂപമായി മുസൂയിയെ ഈ ശില്പം ചിത്രീകരിക്കുന്നു. ഫുട്ബോൾ മത്സരങ്ങൾക്കും മതപരമായ ചടങ്ങുകൾക്കും ആതിഥേയത്വം വഹിച്ചിരുന്ന മാനാഞ്ചിറ മൈതാനം മുൻ കോഴിക്കോട് ജില്ലാ കളക്ടർ അമിതാഭ് കാന്തിൻ്റെ ഭരണത്തിന് കീഴിൽ പുനർനാമകരണം ചെയ്ത ഈ സ്ക്വയർ ഒഴിവ് സമയ സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായി മാറി. മാനാഞ്ചിറ സ്ക്വയർ കോഴിക്കോടിൻ്റെ ചരിത്രപരമായ വേരുകൾ സംരക്ഷിക്കുക മാത്രമല്ല, തിരക്കേറിയ നഗരജീവിതത്തിനിടയിൽ ശാന്തമായ ഒരു വിശ്രമ കേന്ദ്രം കൂടിയാണ്. സമൃദ്ധമായ പച്ചപ്പ്, പ്രശാന്തമായ അന്തരീക്ഷം, വാസ്തുവിദ്യാ പ്രൗഢി എന്നിവ വിനോദസഞ്ചാരികളെയും പ്രദേശവാസികളെയും ഒരുപോലെ ആകർഷിക്കുന്നു. എന്തായാലും ഈ സ്ഥലങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുന്ന എല്ലാ ക്ലീനിങ് ജോലിക്കാർക്കും എ ബിഗ് സല്യൂട്ട്. മുളങ്കാട്ടിനിടയിൽ 2 ദിനോസറുകൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് വെയിറ്റ് ചെയ്യാൻ തോന്നുന്നു. എല്ലായിടത്തും ഇതുപോലെ ചൂണ്ടുപലകകൾ കാണാം.
കൂറ്റൻ തണൽ വൃക്ഷങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന കല്ലുകൾ പാകിയുള്ള വഴിത്താര, മുടിയിഴകൾ പോലെ നിലം പറ്റിക്കിടക്കുന്ന വേരുകൾ പൊതിഞ്ഞ പിടിച്ചാൽ പിടിമുറ്റാത്ത വലിയ വടവൃക്ഷങ്ങൾക്ക് കീഴിൽ ഒരു ഓപ്പൺ എയർ തിയേറ്റർ. കുറച്ചങ്ങോട്ട് മാറിയാൽ VK കൃഷ്ണ മേനോന്റെ പ്രതിമ കാണാം. അദ്ദേഹം ആരാണെന്ന് ചോദിച്ചാൽ കോഴിക്കോട് ജില്ലയിലെ പന്നിയങ്കര ഗ്രാമത്തിൽ ജനിച്ച് ഇന്ത്യയുടെ നയതന്ത്ര രംഗത്തെ സുപ്രധാന വ്യക്തിത്വമായി മാറിയ നെഹ്റുവുമായുള്ള അടുപ്പം കൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ദ്വിതീയൻ എന്നറിയപ്പെട്ട കാശ്മീർ പ്രശ്നത്തിൽ ഇന്ത്യയുടെ നിലപാടിനെക്കുറിച്ച് 8 മണിക്കൂർ നീണ്ട പ്രസംഗം ഐക്യരാഷ്ട്രസഭയിൽ പ്രസംഗിച്ച് ഇതുവരെ തിരുത്തപ്പെടാത്ത ഒരു ഗിന്നസ് റെക്കോർഡ് സൃഷ്ടിച്ച, ഇംഗ്ലണ്ടിൽ ഇന്ത്യൻ ലീഗ് ആരംഭിക്കുകയും ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പരമാവധി പിന്തുണ അവിടെ നിന്ന് നേടിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്ത, ലോകസഭയിലേക്കും രാജ്യസഭയിലേക്കും നിരവധി തവണ വിവിധ മണ്ഡലങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുകയും ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയായി വരെ സേവനമനുഷ്ഠിച്ച ഒരു എഴുത്തുകാരൻ കൂടിയായിരുന്നു കൃഷ്ണമേനോൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ പ്രസിഡന്റ് ആയിരുന്ന ആനി ബെസന്റിനോടുള്ള അടുപ്പം കൃഷ്ണമേനോൻ ഉപേക്ഷിക്കാനുള്ള കാരണം എന്താണ് എന്നറിയുന്നവർ താഴെ കമന്റ് ചെയ്യൂ. ശരിയായ ഉത്തരം പറയുന്നവരുടെ കമന്റ് പിൻ ചെയ്യുന്നതായിരിക്കും. ഈ മുമ്പിൽ കാണുന്നത് ഇവിടുത്തെ ഒരു കുളമാണ്. 14-ാം നൂറ്റാണ്ടിൽ സാമൂതിരി മനവിക്രമം നിർമ്മിച്ച ചരിത്ര പ്രാധാന്യമുള്ള മാനാഞ്ചിറ കുളം ഒരു കാലത്ത് കുളിക്കുന്ന കുളമായി പിന്നീട് ടിപ്പു സുൽത്താന്റെ കാലത്ത് കുടിവെള്ളത്തിനായി നിയോഗിച്ചു. 3.49 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ ചതുരാകൃതിയിലുള്ള ശുദ്ധജല കുളം 19-ാം നൂറ്റാണ്ടിന്റെ അവസാനം മുതൽ കുടിവെള്ള ആവശ്യങ്ങൾക്കായി കർശനമായി നീക്കിവെച്ചിട്ടുണ്ടെങ്കിലും നഗരത്തിന്റെ ഒരു പ്രധാന ഉറവിടമായി തുടരുന്നു. There is some rare and informative board. Free Wi-Fi zone. വേസ്റ്റ് കൊണ്ടുവന്ന വണ്ടിയാന്ന് തോന്നുന്നു കേട്ടോ. ഇലക്ട്രിക് വണ്ടിയാ സുഹൃത്തുക്കളെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ജോയിൻ ചെയ്തും സപ്പോർട്ട് ചെയ്യൂ. പിന്നെയും ഒരുപാട് കാഴ്ചകൾ ഇവിടെ കാണാനുണ്ട്. കളികൾ കളിക്കുന്ന കുട്ടികൾ, യുവാക്കൾ. അങ്ങനെ മാനാഞ്ചിറ മൈതാനത്തിൽ നിന്നും ഞങ്ങൾ ഇറങ്ങുകയാണ്. ബാക്കി കോഴിക്കോടൻ യാത്ര വരും വീഡിയോകളിൽ കാണാം. അപ്പോൾ അതുവരേക്കും ഗുഡ് ബൈ.